guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ കൊച്ചിയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് സരവണ ഭവനിന്നായിരുന്നു. ഒരു നെയ് റോസ്റ്റ് ചെയ്യുന്നു കഴിച്ചിരുന്നത്. ഇത് നെടുമ്പാശ്ശേരി റോഡിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. നമ്മൾ കൊച്ചിക്ക് വരാനുള്ള റീസൺ പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരിക്കൽ നെടുമ്പാശ്ശേരി നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് ഫുള്ളായിട്ട് കൊച്ചി ഒന്ന് കറങ്ങാന്നുള്ളത്. അങ്ങനെ അവരോട് എല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് കറങ്ങാനുള്ള പ്ലാനിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് എടപ്പള്ളിയിലോട്ടാണ്. കാരണം നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്യാനുള്ളത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. പിന്നെ ടൈം വെറുതെ പോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു രാവിലെ ലുലു കറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ലുലു ചെന്നപ്പോൾ ലുലു 9 മണിയാവും തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനോ എല്ലാം കറങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ കൊച്ചിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. പിന്നെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് ഞാൻ ഗ്രീൻ ആപ്പിളും ഇക്കാണെങ്കിൽ ABCയും അതേപോലെ തന്നെ വാട്ടർ മെലണാണ് എടുത്തത് തോന്നുന്നു. പിന്നെ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്ന കണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറേ പറയുന്നു ലുലുവിൽ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് വേണമെന്ന്, ഫാബല്ലേ അങ്ങനെയാണ് അതിൻ്റെ പേര് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങിയതിൻ്റെ സന്തോഷ പ്രകടനമാണിത്. പിന്നെ നമ്മൾ ബില്ല് ചെയ്തിട്ട് ഫുഡ് കോർട്ട് പോയി. പക്ഷെ ഫുഡ് കോർട്ടൊന്നും ഓപ്പൺ അല്ലായിരുന്നു. നമ്മൾ നല്ല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഫൺ ടൂറേയും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്ന് പിന്നെ നമ്മൾ രണ്ടാളും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മസാജ് ചെയറിലൊക്കെ ഇരിക്കാമെന്ന്. മസാജിങ് എക്സ്പീരിയൻസ്. പിന്നെ ആണെങ്കിൽ ലുലു ഫാഷൻ സ്റ്റോർ പോയി. ഈ ബൂട്ട് എവിടെ നിങ്ങൾ കണ്ടുള്ളത്? ആ ഒരു സെയിം ബൂട്ടായിരുന്നു ഞാൻ എൻഗേജ്മെൻറ്റിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലുലു കണക്റ്റ് കയറി 16 സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ലുലു ഫുള്ളായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞു. രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു ഹെയർ കട്ടിന് വേണ്ടി നമ്മളൊരു സലൂണിൽ കയറി. അപ്പോഴേക്കും നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായി ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഈ റൂം വരുന്നത് നോർത്ത് റെയിൽവേൻ്റെ അടുത്താണ്. സിദ്ര പ്രിസ്റ്റിൻ എന്നാണ് പേര്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ക്വിക്ക് നാപ്പൊക്കെ എടുത്തിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കാറിൽ ചുറ്റൽ ട്രാഫിക് ഭയങ്കര ടാസ്ക്കാണ്. പെട്ടെന്ന് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. സ്കൂട്ടറാണെങ്കിൽ നമുക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ നേരെ പോയത് ചാർക്കോൾ ഷാക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജമൈക്കൻ ഷവർമ പറഞ്ഞിട്ട് ഒരു ഷവർമ ട്രൈ ചെയ്തു. നല്ല ക്വാണ്ടിറ്റി അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരുന്നു. പിന്നെ നമ്മളൊരു ഷവർമ പാർസലാക്കിയിട്ട് ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വയറ്റില. അപ്പോൾ ഓരോ കാണും വേണം അവർക്ക് കൊടുക്കുകയും ചെയ്യാലോ വിചാരിച്ചിട്ട് ഓരോന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ചെറുതായിട്ടൊന്ന് കറങ്ങി. പിന്നെ നമ്മളവിടെ കുറച്ചേരം സംസാരിച്ചിരുന്ന് അങ്ങനെ ആ ഒരു ദിവസം പോയതറിഞ്ഞില്ല. ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ രണ്ടാളും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഫാൻസായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ടീ പറയുകയല്ല, അടിപൊളി ചായയാണ്. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് പൂളിലോട്ടാണ്. എല്ലാം അത് എനിക്ക് തന്നിട്ട് ഒരാൾ നടന്നു വന്ന് നോക്ക്. എങ്ങനെ സാധിക്കുന്നു സർ? ഞാൻ കേട്ടില്ല. വൈഫൈയാ? വൈഫാ പണിയെടുപ്പിക്കും കല്യാണം കഴിച്ച ഒരാള്. ബാലവേലക്ക് കേസ് കൊടുക്കും. ഭാര്യവേല എന്താ കോസ്റ്റ്യൂം? പിന്നാണെങ്കിൽ നമ്മൾ ലുലുന്ന് വാങ്ങിയ ചോക്ലേറ്റിൻ്റെ അൺബോക്സിംഗ് ആണ്.
എങ്ങനെയുണ്ട്? അടിപൊളി. ഫുള്ള് ഫില്ല് ചെയ്തെങ്ങാണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. നോക്കട്ടെ, ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. സാരില്ല, ചെറിയൊരു പീസ്. പിന്നെ അന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫോറം മാളിൽ നിന്നായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിക്കായിരുന്നു. അവിടെ നമ്മളൊരു ചിക്കൻ മിനി പ്ലേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് സ്ക്യൂസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് എല്ലാം പറഞ്ഞ് നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കൊള്ളാമായിരുന്നു ഫുഡ്. പിന്നെ ഫോറം മാളിന് ശേഷം നമ്മൾ നേരെ പോയത് കടമക്കുടിയിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇളനീര് കണ്ടിരുന്നു. അപ്പോൾ ഇളനീരൊക്കെ കുടിച്ചിട്ടാണ് പോയത്. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കടമക്കുടി പോയത്. പിന്നെ കടമക്കുടി ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ്. അപ്പം മറൈൻ ഡ്രൈവ് പോണ വഴി ചെറുതായിട്ടൊന്ന് ഗുണ കേവ് കയറാമെന്ന് വിചാരിച്ചു. കയറിയതേ ഓർമ്മയുള്ളൂ, ബാക്കി കാണാം. നമുക്ക് ഏതായാലും ഗുണ കേവ് എക്സ്പീരിയൻസ് ചെയ്യാം. ഗുണ കേവിലോട്ട് കയറിയിട്ടുണ്ട്. എന്തത്, വവ്വാലോ? നല്ല തണുപ്പുണ്ടല്ലോ. ഒരു വവ്വാൽ. പേടിയൊന്നുമില്ല. എന്താ വെളിച്ചം പറ്റൂല. ഇതിന് വാട്ടർഫാൾ ഉണ്ട് ഗൈസ്. ആരും കേറണ്ട, ഒന്നും ഇല്ല. 100 രൂപ വെറുതെ പോയി. പിന്നെ അവിടുത്തെ ഫുഡ് കോർട്ട് നമ്മൾ പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയി കഴിച്ചിട്ട്. അപ്പം അതും പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പ്ലാനിട്ട്. എന്തൊരു കയറാ. ഞങ്ങൾക്ക് അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റ്സ് ഗോ. കൊച്ചി ഫുള്ളായി കാണുന്നതാ. അതാ മറൈൻ ഡ്രൈവ്. സുബ്ഹാനല്ലാഹ്, ഈ സഹറിലാണ്. എനിക്ക് പേടിയായില്ല. നിർത്തണോ? വെറുതെ ഒന്ന് കേറി നോക്കിയായിരുന്നു. പേടിച്ചിറങ്ങുന്നു ഗൈസ്. ഇങ്ങനൊക്കെ പേടിക്കാൻ പറ്റുമോ? നെക്സ്റ്റ് ഇതിലൊക്കെ ഇക്കങ്ങനെ പേടിച്ചാലോ ഇക്ക. നെക്സ്റ്റ് ഇതില് പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവും കണ്ടിട്ട് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്ത്. ഇന്നാണ് ഡേ 3, നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ കൊച്ചി. അപ്പോൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഡച്ച് പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, പുള്ളി ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ജൂ ടൗൺ കാണാൻ പോയി.
മ്യൂസിയം, ഫോർട്ട് കൊച്ചി ബീച്ച്. പിന്നെ എപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ അവിടെ വെച്ച് ബിഗ് ബോസ് ഡെയ്സി ഡേവിഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ ഫാമിലിനെ കൊണ്ടുവരാൻ പോവാണ്. പിന്നെ അവരൊരു ചെറിയൊരു വെക്കേഷന് ശേഷം അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്നാലും നമുക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.